വർഗീയമായ ചാപ്പകുത്തൽ അഥവാ കമ്മ്യൂണൽ പ്രൊഫൈലിംഗ് എന്നത് ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പ്രവർത്തന പദ്ധതിയുടെ അനിവാര്യ ഘടകമാണ്. ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിൽ നാം അത് കണ്ടതാണ്. ജൂതർക്ക് മഞ്ഞ ത്രികോണം, രാഷ്ട്രീയ തടവുകാർക്ക് ചുവപ്പൻ ത്രികോണം, തെരുവുവാസികളായ യാചകർക്ക് കറുപ്പ് ത്രികോണം, സ്വർഗരതിക്കാർക്ക് പിങ്ക് ത്രികോണം എന്നിങ്ങനെയൊക്കെയായിരുന്നു ആ ചാപ്പകുത്തൽ. നമ്മുടെ രാജ്യത്ത് 28 വർഷമായി BJP ഭരണം തുടരുന്ന ഗുജറാത്തിൽ ദേഹത്ത് പതിപ്പിക്കുന്ന ചാപ്പയ്ക്ക് തുല്യമായി ചില ചാപ്പകുത്തലുകൾ അരങ്ങേറുകയാണ്. എഡിറ്റേഴ്സ് ടേക്കിലേക്ക് സ്വാഗതം. സാമൂഹിക പ്രവർത്തക ശബ്നം ഹാഷ്മി പുറത്തുവിട്ട കുറിപ്പിലൂടെയാണ് ഗുജറാത്ത് സർക്കാരിൻ്റെ വർഗീയ തീവ്രവാദി ചാപ്പകുത്തലിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കഥ പുറം ലോകമറിഞ്ഞത്. ആ കുറിപ്പ് ഇവിടെ വായിക്കുകയാണ്. ശബ്നം ഹാഷ്മി തന്നെ അതിൻ്റെ ആപത്തും വിവരിക്കുന്നുണ്ട് എന്നതിനാൽ. ഇന്ന് ഏറെ വെളുപ്പിന് 2:15 AM സഹൽ ഖുറേഷി അഹമ്മദാബാദിൽ നിന്ന് എനിക്ക് അങ്ങേയറ്റം നടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് അയച്ചു തന്നു. 3:15 ആകുമ്പോഴേക്ക് ഞാനത് AI ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രധാന മാധ്യമ സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അയച്ചു കൊടുത്തു. ഇത് ഞാൻ എല്ലാവരെയും അറിയിക്കുന്നത് എന്തിനെന്നോ, മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മേൽ കടുത്ത നിർത്താത്ത സമ്മർദ്ദം വേണം. ഇത് നിശബ്ദതയ്ക്കോ മയപ്പെട്ട പ്രസ്താവനകൾക്കോ ഉള്ള നേരമല്ല. രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഏറ്റവും ഉയർന്ന ഗൗരവത്തോടെയും തിരക്കിട്ടും ഏറ്റെടുത്തേ മതിയാകും. പ്രതിപക്ഷത്തിനും പൊതുസമൂഹത്തിനും ഇതിൽ ഒന്നും ചെയ്യാതിരിക്കാനാവില്ല. ഈ ഡോക്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, പുതുതായി രൂപം കൊടുത്ത ആൻറ്റി റാഡിക്കലൈസേഷൻ സെല്ലിന് വേണ്ടി ഗുജറാത്ത് പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കിയ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ അഥവാ SOPയും റോഡ് മാപ്പും ഇക്കഴിഞ്ഞ ജൂൺ 1 ഇത് പുറത്തിറക്കിയത്. നമുക്ക് വളരെ വ്യക്തമാണ്, ദേശീയ സുരക്ഷ എന്ന വ്യാജ ആഖ്യാനത്തിൻ്റെ മറവിൽ പച്ചയായ വർഗീയ മുദ്രകുത്തൽ സ്ഥാപനവൽക്കരിക്കുകയാണ് ഗുജറാത്ത് സർക്കാർ. വെറും സാധാരണമായ മതപരവും സാംസ്കാരികവുമായ സ്വത്വത്തെ ക്രിമിനൽ വൽക്കരിക്കാൻ സർക്കാർ സംവിധാനം ആയുധമാക്കുന്നു. ഇത് ഭരണഘടനയുടെ നേർക്കുള്ള വിദ്വേഷപൂർണമായ ആക്രമണമാണ്. SOPയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വശങ്ങൾ ഇവയാണ്. 1. ഈ SOP മുസ്ലിങ്ങളെ നേരിട്ട് ലക്ഷ്യം വയ്ക്കുന്നു. സ്റ്റെപ്പ് 2 തീവ്രവാദത്തോട് ആകർഷിക്കപ്പെട്ട ഒരാളെ തിരിച്ചറിയാനുള്ള സൂചനകളായി നൽകിയിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ മതപരമായ പതിവുകളുടെ ഭാഗമായോ സ്വന്തം ഇഷ്ടപ്രകാരമോ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് താടി വയ്ക്കുക, നിഖാബ് ധരിക്കുക, സാധാരണ അറബി വാക്കുകൾ ഉപയോഗിക്കുക, റമദാൻ മാസത്തിൽ ഇത്തിഖാഫ് അനുഷ്ഠിക്കുക. ഇതെല്ലാം തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ആളുകളെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ്. 2. ഒരാളുടെ ഇഷ്ടപ്രകാരം നടത്തുന്ന തിരഞ്ഞെടുക്കലുകൾ കുറ്റകൃത്യമായി മാറുക. ഇസ്ലാമിക ഡ്യൂട്ടി കാരണമായി പറഞ്ഞ് പഠനമോ ജോലിയോ വിട്ടുപോകുന്നവരെ, അല്ലെങ്കിൽ മുസ്ലിം ലോകത്തെ സംഭവങ്ങളെക്കുറിച്ചുള്ള ശക്തമായ വിമർശനം പ്രകടിപ്പിക്കുന്നവരെ നിരീക്ഷിക്കാൻ ഈ SOP പോലീസിനോട് നിർദ്ദേശിക്കുന്നു. വിമർശനവും ജീവിതശൈലിയും കുറ്റകൃത്യമായി കാണും. 3. വ്യാപകമായ സംസ്ഥാന നിരീക്ഷണം. SOP ലക്ഷ്യമിട്ട വ്യക്തികളെക്കുറിച്ച് വിശദമായ ഫയൽ ഒരുക്കുക, അവരുടെ ഡിജിറ്റൽ ഫുട്പ്രിൻറ്റ്, സിഗ്നൽ പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകളും VPN ഉപയോഗിക്കുന്നവരും ഉൾപ്പെടെ ട്രാക്ക് ചെയ്യുക, ധനസ്ഥിതി ഇടപാടുകൾ നിരീക്ഷിക്കുക. മാത്രമല്ല, മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഓരോ മൗലാനിയുടെയും മാപ്പിങ്ങും നിർദ്ദേശിക്കുന്നു. 4. കടുത്ത നിയമങ്ങൾ ആയുധമാക്കൽ. SOG സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പുമായി അടുത്തു ചേർന്ന് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം ARCക്ക് SOPയിലുണ്ട്. ജയിലുകളിലും ശക്തമായ നിരീക്ഷണം നടപ്പാക്കണം. UAPA പോലുള്ള രാക്ഷസീയ നിയമങ്ങളും ഭാരതീയ ന്യായ സംഹിതയും ഉപയോഗിച്ച് പൗരനുമേൽ കേസുകൾ അടിച്ചേൽപ്പിക്കുക എന്ന നിർദ്ദേശവും വ്യക്തമായ ഉദ്ദേശ്യത്തിലാണ്. ഗുജറാത്ത് സർക്കാരിൻ്റെ ഈ സ്ഥാപനവൽകൃത വിവേചനം ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത്. നിയമവിദഗ്ധർ ഈ SOP പകർപ്പ് പരിശോധിക്കണം. ഇത് ഭരണഘടനാപരമായ മൗലികാവകാശങ്ങൾ പച്ചയായി ലംഘിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 14 സമത്വം, 19 അഭിപ്രായ സ്വാതന്ത്ര്യം, 21 സ്വകാര്യത, 25 മതസ്വാതന്ത്ര്യം എന്നിവ. നാം ഇത് കോടതിയിൽ ചോദ്യം ചെയ്യണം. എല്ലാ മാധ്യമപ്രവർത്തകരോടും രാഷ്ട്രീയ നേതാക്കളോടും
നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് ലഭ്യമായില്ലെങ്കിലോ പൂർണ്ണമായ ഇംഗ്ലീഷ് തർജ്ജമയും ഗുജറാത്തി യഥാർത്ഥ പകർപ്പും ലഭിക്കണം എങ്കിലോ എന്നെ നേരിട്ട് ബന്ധപ്പെടുക. ഇത് മനുഷ്യരെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഭരണകൂട അതിക്രമമാണ്. സർക്കാരിനെ കൊണ്ട് ഇതിന് മറുപടി പറയിക്കേണ്ടതാണ്. ഐക്യദാർഢ്യത്തോടെ ഷബ്നം ഹാഷ്മി. ഷബ്നം ഹാഷ്മി ഈ കുറിപ്പിൽ പറയുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറിൻ്റെ PDF പിന്നീട് പുറത്തു വന്നു. അതുപോലെ തന്നെ ആൻറ്റി റാഡിക്കലൈസേഷൻ സെല്ലിൻ്റെ പ്രവർത്തനം ഗുജറാത്തിലെ ജാംനഗറിൽ ആരംഭിച്ച വിവരവും അവർ പുറത്തുവിട്ടു. പക്ഷേ ഷബ്നം ആഗ്രഹിച്ച ഒന്നും നടന്നില്ല. മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ഈ വിഷയം ഉന്നയിച്ച് പ്രതിഷേധിച്ചില്ല. പ്രക്ഷോഭങ്ങളുണ്ടായില്ല. ഗുജറാത്തിൽ ഇത് നടക്കുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത് എന്നായിരുന്നു ചോദ്യം. CPM കേന്ദ്ര നേതൃത്വം പുറപ്പെടുവിച്ച പ്രസ്താവന മാത്രമാണ് ഒരു അപവാദം. താടി വച്ചവരെ, നിഖാബ് ധരിക്കുന്നവരെ, അറബി വാക്കുകൾ ഉപയോഗിക്കുന്നവരെ, മദ്രസകളിലെ മൗലാനയെ ഒക്കെ തീവ്രവാദികളായി കാണാമെന്ന് ഇന്ത്യയിലെ ഒരു സർക്കാർ ഉത്തരവിറക്കുമ്പോൾ എല്ലാവർക്കും അതൊരു സാധാരണ കാര്യമായിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഇന്ത്യ. ഇതിലും ഭീകരമായിരിക്കാം നാളത്തെ ഇന്ത്യ. കാരണം നമ്മളൊരു തോറ്റ ജനതയായിരിക്കുന്നു.